സാജിദ് തുടങ്ങുന്നുണ്ട്. സാജിദ്, ശശിയെ കൂടാതെ മറ്റാരൊക്കെ അവിടെ ഉണ്ട്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? മറ്റാരൊക്കെയാണ് ശശിയെ കൂടാതെ അവിടെ ഉള്ളത്? മറ്റ് ഈ പ്രധാനപ്പെട്ടത് എം സതീഷ് ആണ്. ഈ കൊഴിഞ്ഞാമ്പാറ മേഖലയിൽ വലിയ ഈ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുകയും പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാമായിരുന്നു. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു പുതിയ പാർട്ടിക്ക് രൂപം കൊടുക്കാൻ തീരുമാനിച്ചത്. ഇത് കൂടാതെ മുൻ ഏരിയ സെക്രട്ടറിമാരായിരുന്ന ആളുകൾ, ഏരിയ സെൻട്രൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തികൾ, ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്ന ആളുകൾ തുടങ്ങി ഈ CPM-ന്റെ പ്രാദേശിക തലത്തിൽ, ഏരിയ തലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളായ പല ആളുകളുണ്ട്. നമ്മൾ ഈ പ്രതീക്ഷിക്കാത്ത ആളുകൾ പോലും ഈ കൺവെൻഷനിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടേക്ക് വരാൻ സംവിധാനത്തോട് ഇനിയും സഹകരിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്നാലും ഈ പരിപാടി അധിക സമയം നീണ്ടുപോകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും PK ശശിയുടെ ഉദ്ഘാടന പ്രസംഗവുമാണ് ഉണ്ടാവുക. എന്തായാലും കൂടുതൽ ആളുകൾ, അതായത് ഇപ്പോൾ കോങ്ങാട്, ഒറ്റപ്പാലം, ഷൊർണൂർ തുടങ്ങിയ മണ്ഡലങ്ങളെല്ലാം തന്നെ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് അദ്ദേഹം. UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി മറ്റു മണ്ഡലങ്ങളിൽ കൂടി അതിന്റെ ഒരു ചലനം ഉണ്ടാകുമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇന്ന് ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാകുമെന്നോ UDF-മായി സഹകരിക്കുമോ എന്നോ ഒന്നും അദ്ദേഹം പറയില്ല. പക്ഷെ ഈ വരുന്ന ദിവസങ്ങളിൽ അത്തരം ഒരു പ്രഖ്യാപനത്തിലേക്ക് കൂടി പോകാനുള്ള സാധ്യതയാണുള്ളത്. പോകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും കൂടുതൽ ആളുകൾ മണ്ണാർക്കാട്, ചിറ്റൂര് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നിഷാദ്, മുൻ CPIM പ്രവർത്തകരോ ഇപ്പോൾ CPM-ന്റെ ഭാഗമായി നിൽക്കുന്നവരൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് സാജിദ്. അല്ല, ഇപ്പോൾ CPM-ന്റെ ഭാഗമായി നിൽക്കുന്ന ശശിയെ കൂടാതെ ആൾക്കാർ അതിനകത്തുണ്ടോ സാജിദ്? ഈ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ ആളുകൾ ഉൾപ്പെടെ ഉണ്ട്. പിന്നെ പലരെയും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളെ കാണുമ്പോൾ ഇപ്പോൾ മെമ്പർഷിപ്പ് പുതുക്കുന്ന സമയമാണ് CPM-ൽ. അങ്ങനെ മെമ്പർഷിപ്പ് പുതുക്കേണ്ട എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പുതുക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും PK ശശി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ്. അദ്ദേഹം കൈ ഉയർത്തി ആളുകളെ അഭിവാദ്യം ചെയ്തു. ഇനി കാര്യപരിപാടികളിലേക്ക് കടക്കുകയാണ്. എന്തായാലും CPM-നെ സംബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ വലിയൊരു പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അത് ഒരു വിമത കൺവെൻഷൻ എന്നുള്ളത്, അത് ഈ ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ പരിപാടിയാക്കാൻ മാറ്റാൻ ഈ വിമതർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് ഇനി ഇപ്പോഴൊരു സംഘടന രൂപീകരിക്കും, അതിനൊരു ജില്ലാ കമ്മിറ്റിയും പ്രാദേശിക തലത്തിലുള്ള കമ്മിറ്റികളും രൂപീകരിക്കും. എന്നതിന് ശേഷം അത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു പാർട്ടിയായി തന്നെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഉള്ളത്. ആ പാർട്ടി UDF-മായി സഹകരിക്കുക എന്നുള്ളതായിരിക്കും ഉണ്ടാവുക. PK ശശിയുടെ നേതൃത്വത്തിലുള്ള മാർക്സിസ്റ്റ് കൂട്ടായ്മ, പാലക്കാട് ജില്ലാ മാർക്സിസ്റ്റ് കൂട്ടായ്മ എന്ന പേരിലുള്ള പരിപാടിയുടെ തത്സമയ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. ഇപ്പോൾ CPM-ആയിട്ടുള്ള ബന്ധം അദ്ദേഹം ഔദ്യോഗികമായി ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഒറ്റപ്പാലം മണ്ഡലത്തിൽ UDF പിന്തുണയോടെ മത്സരിക്കാൻ തീരുമാനിച്ചതായിട്ടുള്ള വിവരങ്ങളുടെ അന്തിമമായിട്ടുള്ള ചില കൺഫർമേഷൻ സിഗ്നൽസാണ് നമ്മളിപ്പോൾ കാണുന്നത്. അദ്ദേഹം മാർക്സിസ്റ്റ് കൂട്ടായ്മ എന്ന പേരിൽ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കാൻ പാലക്കാട്ടെ ഒരു ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നുകിൽ സ്വതന്ത്രനായി മത്സരിക്കും, അല്ലെങ്കിൽ CPM വിമതർ രൂപീകരിക്കുന്ന ഈ പുതിയ കൂട്ടായ്മയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് UDF സ്വതന്ത്രനായിട്ടല്ല, CPM വിമതർ രൂപീകരിക്കുന്ന ഈ വിമത കൂട്ടായ്മയുടെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിക്കുകയും UDF നേതാക്കൾക്കുമായിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ UDF അതിന് പിന്തുണ നൽകുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ കൊഴിഞ്ഞാമ്പാറ പ്രദേശത്ത് CPM വിമതർ നടത്തിയ കൺവെൻഷനിൽ ശശി ഉദ്ഘാടകനായി പങ്കെടുക്കുന്നു. ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ വിമത നിലപാടിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തു. നമ്മളതിൻ്റെ പങ്കെടുക്കുന്നതിൻ്റെ അദ്ദേഹം പാർട്ടി വിരുദ്ധ പരിപാടിയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ കാണുകയാണ്. അപ്പോൾ നേരത്തെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ CPM-നകത്ത് പുകഞ്ഞ് പൊന്തിയത് നമുക്കറിയാം. അദ്ദേഹത്തെ തരം താഴ്ത്തി അടക്കമുള്ള നടപടികളുടെ വിശദാംശങ്ങൾ അറിയാം. അതേസമയം കോൺഗ്രസിനകത്ത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ ചൊല്ലി ചില അസ്വാരസ്യങ്ങളുണ്ടെന്നുള്ളത് വേറെ കാര്യമാണ്. അല്ല,